ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാവരും സുഖമായിരിക്കണോ? എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുന്നേ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. വിച്ച് ടണൽ ഈസ് ദ ഹയസ്റ്റ് മോട്ടോറബിൾ ടണൽ ഇൻ ദ വേൾഡ്? ഏത് ടണലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മോട്ടോറബിൾ ടണൽ ആയിട്ടുള്ളത് ഇൻ ദ വേൾഡ് എന്നുള്ളത്? സോ എല്ലാവരും ആൻസർ റെഡി ആക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓൾ റൈറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ചാണ്. ഓക്കെ, സോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ NaOH. NaOH എന്ന് പറഞ്ഞൊരു ബേസ് ആണല്ലോ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് ആക്ച്വലി കളർലെസ് ആണ്. ഓക്കെ, ഈ NaOH മിസ് ഒരു ഡ്രോപ്പ് ഫീനോഫ്തലീൻ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു ഡ്രോപ്പ് ഓഫ് ഫീനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ പിങ്ക് ആയിട്ട് മാറും. ഫീനോഫ്തലീൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണെന്നും അതിന് നോർമൽ ആണ്, അസിഡിക് കണ്ടീഷനിൽ കളർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ബേസിക് കണ്ടീഷനിൽ അതിന് പിങ്ക് കളറാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? യെസ്, ഓൾ റൈറ്റ്. സോ NaOH നമ്മൾ ഒരു ഡ്രോപ്പ് ഫീനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ എന്തായിട്ട് മാറുന്നുണ്ട്? അത് പിങ്ക് കളറായിട്ട് ഏകദേശം ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഫിനോഫ്തലിൻ പ്ലസ് NaOH മിക്സ്ചറിലോട്ട് മിസ് എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് വൈസ് ആയിട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുകയാണ് വിത്ത് സ്റ്റിറിങ്, കോൺസ്റ്റന്റ് സ്റ്റിറിങ്. സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് വൈസ് ആയിട്ട് ഇതിലോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഹൈഡ്രോക്ലോറിക് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആസിഡ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ പിങ്ക് കളർ ഇങ്ങനെ ഡിമ്മായി വരുന്നത്, അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അറ്റ് വൺ പോയിന്റ്, അതായത് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഡ്രോപ്പ് എത്തുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി കളർലെസ് ആയി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി ഇത് പഴയ പോലെ കളർലെസ് ആയിട്ട് ഒരു സിംഗിൾ ഡ്രോപ്പിൽ തന്നെ ആ കളർലെസ് പോയിന്റ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണ് അത് സംഭവിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഓക്കെ, പിന്നെ ആ ഒരു സിംഗിൾ ഡ്രോപ്പ് ആഡ് ചെയ്ത് കുറച്ചുകൂടെ NaOH എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? NaOH കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പിങ്ക് കളർ വരുന്നത് കാണാൻ പറ്റും. സോ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്? NaOH എന്ന് പറയുന്ന ഒരു ബേസ് ആണല്ലോ, നമ്മൾ ആഡ് ചെയ്ത HCl എന്ന് പറയുന്ന ഒരു ആസിഡ് ആണല്ലോ. സോ ഇവിടെ ബേസും ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് അവർ ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ബേസിന്റെ ആക്ടിവിറ്റിയെ അവിടെ HCl ന്യൂട്രലൈസ് ചെയ്യുന്നു, HClന്റെ ആക്ടിവിറ്റിയെ അവിടെ ബേസ് ആയിട്ടുള്ള NaOH ന്യൂട്രലൈസ് ചെയ്യുന്നു. സോ ഇവർ രണ്ടുപേരും കൂടെ, അതായത് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇനി ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഈ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? യെസ്, ഇവിടെ NaOHും HClഉം കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് NaClഉം പ്ലസ് H2Oയുമാണ്. NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണെടാ. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു സോൾട്ട് ആണ്. എന്താണ്? സോൾട്ട് ആണ്. NaCl എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ടേബിൾ സോൾട്ട് ആണ്, നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ഉപ്പാണ് അല്ലേ? സോ NaCl എന്ന് പറയുന്നത് മാത്രമാണ് ടേബിൾ സോൾട്ട്. അതല്ല, ഏതൊരു ആസിഡും ഏതൊരു ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ എടുക്കുന്ന ആസിഡിനും ബേസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ടും വാട്ടറും ആണ് നമുക്ക് റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നോക്കിക്കേ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ടു ഗീവ് എ സോൾട്ട് ആൻഡ് വാട്ടർ. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറുമായി മാറുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, നോക്കിക്കേ, എക്സാമ്പിൾ NaOH plus HCl gives NaCl plus H2O. അതോ NaOH എന്താണ്? ഒരു ബേസ് ആണ്. HCl എന്താണ്? ഒരു ആസിഡ് ആണ്. രണ്ടുപേരും കൂടി റിയാക്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് കിട്ടുന്ന NaCl ഒരു സോൾട്ട് ആണ്, പ്ലസ് വാട്ടറും കിട്ടുന്നു. ക്ലിയർ ആണല്ലോ എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നുള്ളത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആസിഡും ഒരു ബേസും റിയാക്ട് ചെയ്ത് സോൾട്ട് പ്ലസ് വാട്ടർ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ്. ഇനി എന്താണ് റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ആസിഡ്? ഒരു മെറ്റാലിക് ഓക്സൈഡും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആക്ടിവിറ്റി ചെയ്യണം. നോക്കിക്കേ, എന്താ പറയുന്നത്? ഒരു സ്മോൾ
എമൗണ്ട് ഓഫ് കോപ്പർ ഓക്സൈഡ് എടുക്കുക, എന്നിട്ട് ഒരു ബീക്കറിൽ എടുക്കുക, അതിലോട്ട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ലോ ആയിട്ട് ആഡ് ചെയ്യാനാണ് പറയുന്നത്, വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്, നന്നായിട്ട് ഇളക്കിക്കൊണ്ട്. അപ്പൊ നോക്കിക്കേ, ഇതിൽ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, കോപ്പർ ഓക്സൈഡ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ നോക്കിക്കേ, കളർ മാറിയിട്ടുണ്ടല്ലോ. ഏത് കളറാണ് ഇവിടെ കാണപ്പെടുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലോട്ടാണ് നമുക്കിവിടെ കാണപ്പെടുന്നത്, അല്ലെ? ഒരു ബ്ലൂയിഷ് കളറിലാണ് നമുക്കിവിടെ കാണപ്പെടുന്നത്, ആണല്ലോ. സോ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. സോ അതെന്താണെടാ? അതിന് കാരണം അവിടെ ഫോം ചെയ്യുന്ന, കാരണം നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, ഒരു മെറ്റാൽ ഓക്സൈഡ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ഒരു ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കളറാണല്ലോ ബ്ലൂയിഷ് ഗ്രീൻ. ഉണ്ടായിട്ടുള്ള ഒരു സാധനത്തിന്റെ കളറാണല്ലോ ബ്ലൂയിഷ് ഗ്രീൻ. ആ ബ്ലൂയിഷ് ഗ്രീൻ എന്തിന്റെ കളറാണ്? കോപ്പർ ക്ലോറൈഡ്. എന്തിന്റെ കളറാണ്? കോപ്പർ ക്ലോറൈഡ്. അവിടെ ഉണ്ടായിട്ടുള്ള കോപ്പർ ക്ലോറൈഡിന്റെ കളറാണ് ബ്ലൂയിഷ് ഗ്രീൻ. ഓക്കെ, പ്ലസ് വാട്ടറും ഉണ്ടായിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ മെറ്റൽ ഓക്സൈഡും ആസിഡും കൂടെ റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് കോപ്പർ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾട്ടും കിട്ടി, വാട്ടറും കിട്ടി, അല്ലെ? ഇത് തന്നെയല്ലേ ഈ മെറ്റൽ ക്ലോറൈഡിന് പകരം ബേസ് വന്നപ്പോഴല്ലായിരുന്നു നമ്മൾ അതിനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിച്ചിരുന്നത്? ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. ഇവിടെ ഈ ബേസിന് പകരം ഇവിടെ ആരാ ഉള്ളത്? മെറ്റൽ ഓക്സൈഡ് ആണുള്ളത്. ബാക്കി എല്ലാവരും സിമിലർ ആണല്ലോ. യെസ്, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മെറ്റൽ ഓക്സൈഡിന്റെ നേച്ചർ ബേസിക് നേച്ചർ ആണ് എന്ന് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതും എന്ത് തന്നെയാണ്? ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. സോ നമുക്ക് എന്ത് പറയാം? മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. വൺസ് അഗൈൻ ഐ എം ടെല്ലിംഗ്, മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ എന്നുള്ളത് ഈ ഒരു റിയാക്ഷൻ നോക്കി നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. നോക്കിക്കേ, നേരത്തെ നമ്മൾ മെറ്റാലിക് ഓക്സൈഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് നോൺ മെറ്റാലിക് ഓക്സൈഡ്സും ബേസും കൂടെ എങ്ങനെയാ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റൽ ഓക്സൈഡ്സ് അല്ല, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ബേസുമായിട്ട് എങ്ങനെയാ റിയാക്ട് ചെയ്യുക. സോ നോക്കിക്കേ, ഇതിൽ ഏതാണ് നോൺ മെറ്റാലിക് ഓക്സൈഡ്? വെരി ഗുഡ്. ഇവിടുത്തെ നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാരണം കാർബൺ എന്താണ്? ഒരു നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്, കാർബണിന്റെ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഇവിടെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. വെരി ഗുഡ്. സോ ഈ നോൺ മെറ്റാലിക് ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ബേസുമായിട്ട്, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണല്ലോ. സോ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു, പ്ലസ് H2O വാട്ടർ ഉണ്ടാവുന്നു, പ്ലസ് H2O വാട്ടർ ഉണ്ടാവുന്നു. സോ നോക്കിക്കേ, ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോൾട്ട് ആണ്. പ്ലസ് വാട്ടർ ഉണ്ടാവുന്നു, സോൾട്ട് പ്ലസ് വാട്ടർ ആണ് ഉണ്ടാവുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസുമാണ്. സോ നോക്കിക്കേ, ബേസ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ് സോൾട്ട് പ്ലസ് വാട്ടർ. സോ അതും എന്തുമായിട്ട് സിമിലർ ആണ്? ബേസ് പ്ലസ് ആസിഡ് ഗീവ് സോൾട്ട് പ്ലസ് വാട്ടർ എന്നുള്ള നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷനുമായിട്ട് സിമിലർ ആണല്ലോ. ഇവിടെ ആസിഡിന് പകരം ആരാണ് ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ആസിഡിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ആണല്ലോ. യെസ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ മെറ്റാലിക് ഓക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് നേച്ചർ ആണെന്ന് പറയാൻ പറ്റും? അസിഡിക് നേച്ചർ ആണെന്ന് പറയാൻ പറ്റും. ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് all non-metallic oxides are acidic in nature. ഒന്നുകൂടെ പറഞ്ഞേ, all non-metallic oxides are acidic in nature എന്ന് പറയാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് all the basic oxides are, all the metallic oxides are basic in nature. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? all the non-metallic oxides are acidic in nature എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ കുട്ടികൾക്ക്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓൾ റൈറ്റ്. ഇനി എന്താണ് ഈ ആസിഡിലൊക്കെ കോമൺ ആയിട്ടുള്ളത്? എല്ലാ ആസിഡിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാ, എല്ലാ ആസിഡിലും കോമൺ ആയിട്ടുള്ള ഒരാളാണ് H+ അയോൺസ്. എന്താണോ? H+ അയോൺ. H+ അയോൺ എന്ന് പറയുന്ന കാറ്റിയോൺ ആണ് എല്ലാ ആസിഡിലും കോമൺ ആയിട്ടുള്ളത്. അതിന്റെ ആനിയോൺസ്, അതായത് നെഗറ്റീവ് അയോൺസ് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ ആസിഡും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? H+ അയോൺ കോമൺ ആണെന്ന് കാണാൻ പറ്റും. നോക്കിക്കേ, HNO3 നമ്മൾ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ആക്കുകയാണെങ്കിൽ, വാട്ടർ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ H+ അയോണും NO3- ആയിട്ട് നൈട്രേറ്റ് അയോണുമായിട്ട് കാണാൻ പറ്റും. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലോ അവിടെ 2 H+ അയോണുകളും അതുപോലെ തന്നെ ഒരു സൾഫേറ്റ് SO4 2- എന്നുള്ള ഒരു സൾഫേറ്റ് അയോണും കാണുന്നുണ്ട്.
ഇനി CH3COH അസറ്റിക് ആസിഡ് ആണെങ്കിൽ എന്താ കാണുന്നത്? അതിൽ ഒരു H+ അയോണും ഒരു CH3COO മൈനസ് അയോണും, അതായത് അസറ്റേറ്റ് അയോണുമാണ് കാണുന്നത്. ഇനി HCl ആണെങ്കിലോ H+ അയോണും Cl മൈനസ് അയോണുമാണ് കാണുന്നത്. ഇനി ഇതിലൊക്കെ കോമൺ ആരാണടാ? ഇതിലൊക്കെ കോമൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എല്ലാ ആസിഡിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരാളാണ് H+ അയോൺസ്. ആരാണ്? H+ അയോൺ. സോ നമുക്ക് പറയാൻ പറ്റും, ഒരു ആസിഡിനെ ആസിഡ് ആക്കുന്നത്, ഒരു ആസിഡിന് ആസിഡ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത് അതിൽ കാണപ്പെടുന്ന H+ അയോൺസ് ആണ്. ഒരു ആസിഡിനെ അസിഡിക് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ കാരണം അതിൽ കാണപ്പെടുന്ന H+ അയോൺസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ് നമ്മളിവിടെ. ഓക്കെ, നമ്മൾ എന്താ എടുത്തിട്ടുള്ള? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്, ഒരു ടോങ്സ് വെച്ചിട്ട്. ഇതാണ് ടോങ്സ്, കത്രിക പോലുള്ള സാധനമാണ്. നമ്മൾ അതിനെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? സോഡിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, NaCl എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഡ്രോപ്പർ വഴി നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂറിക് ആസിഡ് ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യണം. ഓക്കെ, ഇനി അവിടെ ഒരു ഗ്യാസ് റിയാക്ട് ഉണ്ടാവുന്നുണ്ടല്ലോ, ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. ആ ബബിൾസിന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കോർക്ക് വെച്ച് സെക്യൂർ ചെയ്തു. എന്നിട്ട് അതിനകത്തോട് ഒരു ഡെലിവറി ട്യൂബ് പുറത്തേക്ക് ഇട്ടു. ഒരു ട്യൂബ് പുറത്തേക്ക് ഇട്ടു. അപ്പൊ ഈ ഗ്യാസ് എന്ത് ചെയ്യും? പുറത്തുകൂടി ഒന്നും പോവാതെ ഈ ഗ്യാസ് ഈ ട്യൂബിനകത്തൂടെ പുറത്തു വരുമല്ലോ. ഓൾ റൈറ്റ്. ഇനി ആ ട്യൂബിനകത്തൂടെ പുറത്ത് വരുന്നതിന്റെ അടുത്ത് നമ്മൾ ഒരു നീല കളറായിട്ടുള്ള ലിറ്റ്മസ് പേപ്പർ ആദ്യം കാണിച്ചു. ഇതൊരു നോർമൽ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ കാണിച്ചു. പ്രത്യേകിച്ച് ഒരു മാറ്റവും നമ്മളവിടെ കാണുന്നില്ല. ലിറ്റ്മസ് പേപ്പർ അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിൽ ഒരു മാറ്റവും കാണാതിരുന്നപ്പോൾ മിസ് എന്ത് ചെയ്തു? ആ ലിറ്റ്മസ് പേപ്പറിന് ചെറുതായി ഒന്ന് നനച്ചു കൊടുത്തു, ഒന്ന് വെറ്റാക്കി കൊടുത്തു, മോയിസ്റ്റ് ലിറ്റ്മസ് പേപ്പർ ആക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ മിസ്സിന് കാണാൻ പറ്റി, ആ നീല കളർ മാറി മോയിസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് റെഡ് കളർ വരുന്നു. അതായത് നീല ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായി മാറുന്നു. എന്താണ്? അവിടെ നനച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് അത് കണ്ടത്. അത് ഡ്രൈ ആയിരുന്ന സമയത്ത് അങ്ങനെ ചേഞ്ച് കണ്ടിട്ടില്ല. വെറ്റാക്കിയ സമയത്ത് അവിടെ എന്ത് ചെയ്തു? നീല എന്തായിട്ട് മാറുന്നു? ചുവന്ന കളറായിട്ട് മാറുന്നു. അതിനർത്ഥം എപ്പോഴാണ് നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റുക? എപ്പോഴാണ് നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആയിട്ട് കളർ മാറുക? നീല ചുവപ്പാവണമെങ്കിൽ ഡെഫിനറ്റ്ലി വെരി ഗുഡ്, അവിടെ എന്ത് വേണം? ഒരു ആസിഡ് പ്രസൻസ് വേണമല്ലോ. യെസ്, ഒരു ആസിഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നീല ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറുള്ളൂ? ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആയിട്ട് കളർ മാറുള്ളൂ, അവിടെ ഇൻഡിക്കേഷൻസ് വരുന്നുള്ളൂ. സോ അതിനർത്ഥം ഇവിടെ എടുത്തിട്ടുള്ള സോഡിയം ക്ലോറൈഡും സൾഫ്യൂറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? NaCl എന്നാണ് ടേബിൾ സോൾട്ട് ആണ് അല്ലെ. ഒരു രണ്ടുപേരും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ Na2SO4ഉം പ്ലസ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ. സോ HCl ഗ്യാസ് ആണ് ഇവിടെ ആദ്യം ഫോം ചെയ്തത്. അത് പുറത്തോട്ട് വന്നു. അവിടെ HCl എന്താണെടാ? HCl ഒരു ആസിഡ് ആണ്. പക്ഷെ അത് ആസിഡ് പ്രോപ്പർട്ടി കാണിക്കണമെങ്കിൽ അത് എന്ത് വേണം? ഇവിടെ H+ അയോൺസ് ഫോം ചെയ്യണം. ഈ HCl വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. HClന് H+ അയോൺസ് ഫോം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് കാണിക്കൂ? H+ അയോൺസ് ആണ് അസിഡിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് അല്ലെ. ഈ HClന് H+ഉം Cl- ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? അവിടെ വാട്ടർ പ്രസൻസ് വേണം. എന്ത് വേണം? അവിടെ വാട്ടർ പ്രസൻസ് വേണം. സോ ആ വാട്ടർ പ്രസൻസ് നമ്മൾ കൊടുത്തപ്പോഴാണ്, അവിടെ മോയിസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ്, അവിടെ വാട്ടറിന്റെ പ്രസൻസ് കൊടുത്തപ്പോഴാണ് എന്തായിട്ട് മാറിയത്? HCl H+ഉം Cl- ആയിട്ട് മാറിയത്. ആ H+ ആണ് അവിടെ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആക്കി മാറ്റിയത്. H+നാണ് അവിടെ അസിഡിക് പ്രോപ്പർട്ടീസ് വന്നത്. സോ HCl വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അത് H+Cl- അയോൺസിന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ആസിഡ് സ്വഭാവം കാണിക്കുകയുള്ളൂ. ക്ലിയർ ആണോ കുട്ടികൾക്ക്? ഇനി ഈ H+ ഇങ്ങനെ വെറുതെ നിൽക്കൂ? ഇല്ല, H+ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. H+ ഇമ്മീഡിയറ്റ്ലി അവിടെയുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+ ആയിട്ട് മാറും. H3O+ എന്ന് പറഞ്ഞാൽ H2O ഒരു H+ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് H3O+ കിട്ടിയത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ. എന്താണ്? ഹൈഡ്രോണിയം അയോൺ. സോ ഹൈഡ്രോജൻ അയോൺ കനോട്ട് എക്സിസ്റ്റ് അലോൺ. അവരെന്ത് ചെയ്യില്ല? ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യില്ല. അത് ആരുമായി കമ്പൈൻ ചെയ്യും? അത് വാട്ടർ മോളിക്യൂൾസുമായി കമ്പൈൻ ചെയ്തിട്ട് ഉടനെ തന്നെ എന്തുണ്ടാവും? ഹൈഡ്രോണിയം അയോൺ ആയിട്ടുള്ള H3O+ ഫോം ചെയ്യും. ശ്രദ്ധിക്കുക, എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫിഗറൊക്കെ തരും. ഈ ഒരു ഫിഗറൊക്കെ തരും. ഇവിടെ വെറ്റ് ആയിട്ടുള്ള
ലിറ്റ്മസ് പേപ്പർ കാണിച്ചെങ്കിൽ മാത്രമേ അവിടെ കളർ ചേഞ്ച് വരുള്ളൂ. ഡ്രൈ ലിറ്റ്മസ് പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വരില്ല, കളർ ചേഞ്ച് വരില്ല. എൻ്റെ കുട്ടികൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഡ്രൈ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ഇവിടെ എന്ത് ഫോം ചെയ്യില്ല, H+ അയോൺസ് ഫോം ചെയ്യില്ല. HCl ഗ്യാസ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്നും H+ അയോൺ ഫോം ചെയ്യില്ല. H+ അയോൺസ് ആണ് അവിടെ അസിഡിക് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. സോ അത് എന്ത് ചെയ്യില്ല, കളർ ചേഞ്ച് കാണിക്കില്ല. വെറ്റ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ മാത്രമേ ആ വാട്ടർ പ്രസൻസിൽ മാത്രമേ HCl H+ഉം Cl- ആയിട്ട് മാറുള്ളൂ. അപ്പോൾ മാത്രമേ അവിടെ അസിഡിക് പ്രോപ്പർട്ടീസ് വരുള്ളൂ. ആ ആസിഡിക് പ്രോപ്പർട്ടീസ് വരുന്നോണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നീല ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആവുന്നത്. ഇനി H+ ഒറ്റയ്ക്ക് നിൽക്കുവോ, ഇല്ല. H+ എത്രയും പെട്ടെന്ന് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും, H3O+ ആയിട്ട് മാറും. ആരുമായി കമ്പൈൻ ചെയ്തിട്ട്, വാട്ടർ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ആസിഡിലും കോമൺ ആയിട്ടുള്ളത് H+ അയോൺ ആണ്. ഇനി എല്ലാ ബേസിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്, നമുക്ക് നോക്കാം. NaOH നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് Na+ഉം OH- ആയിട്ടാണ് മാറുക. ഇനി KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴോ അത് K+ അയോൺസും OH- അയോൺസും ആയിട്ടാണ് മാറുക. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ Mg2+ അയോൺസും 2 OH- അയോൺസും ആയിട്ട് മാറും. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ അത് കാൽഷ്യം 2+ അയോൺസും 2 ഹൈഡ്രോക്സൈഡ് അയോണുകളും 2 OH- അയോൺസും ആയിട്ടാണ് മാറുക. ഇനി അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് Al3+ അലൂമിനിയം അയോണും 3 ഹൈഡ്രോക്സൈഡ് അയോണുകളായിട്ടാണ് മാറുക. ഇനി ഇതിലൊക്കെ കോമൺ ആരാടാ, ശ്രദ്ധിച്ചേ, ഇതൊക്കെ ബേസുകളാണ്. ഇതൊക്കെ ബേസ് ആണ്. ഇതിലൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ആരാണ്, OH- അയോൺസ് ആണ്. വെരി ഗുഡ്. OH- അയോൺസ് ആണ് കോമൺ ആയിട്ട് ഇവിടെ എല്ലാത്തിലും വരുന്നത്, അല്ലെ? സോ ബേസുകളുടെ കോമൺ ആയിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പറയണം, അതാണ് OH- അയോൺസ്. ആരാണ്, OH- അയോൺസ്. സോ ബേസുകൾക്ക് ബേസിക് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ കാരണം അതിലുള്ള ഹൈഡ്രോക്സൈഡ് അയോണുകളാണ്, അതിലുള്ള OH- അയോണുകളാണ് എന്നാണ് എൻ്റെ കുട്ടികൾ പറയേണ്ടത്. ഓൾറൈറ്റ്, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ബേസും ആൽക്കലിയും കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, ബേസ് ആണോ ആൽക്കലി, ആൽക്കലി ആണോ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ ഉത്തരമാണ്. ആസിഡും ബേസ്, ആൽക്കലിയും ബേസും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇനി നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്, ആസിഡും ബേസും ആൽക്കലിയും ഒന്നല്ല, ബേസും ആൽക്കലിയും രണ്ടും രണ്ട് തരം തന്നെയാണ്. ഓക്കെ. ഇനി എന്താണ് ബേസ്? ബേസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, OH- അയോണുകളെ റിലീസ് ചെയ്യുന്ന ആളുകളാണ് ബേസ് എന്ന് പറയുന്നത്. ബേസിന് എന്താണ്, ബിറ്റർ ടേസ്റ്റ് ആണ്, സോപ്പി ടച്ച് ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ. ഇനി എല്ലാ ബേസുകളും എന്ത് ചെയ്യില്ല, വാട്ടറിൽ ഡിസോൾവ് ആവില്ല. എല്ലാ ബേസുകളും വാട്ടറിൽ ഡിസോൾവ് ആവില്ല. അങ്ങനെ വാട്ടർ സോല്യൂബിൾ ബേസുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കലി. ഓൾറൈറ്റ്, വാട്ടർ സോല്യൂബിൾ ബേസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആൽക്കലി എന്ന് വിളിക്കുക. സോ എല്ലാ ബേസുകളും എന്താവില്ല, വാട്ടറിൽ സോല്യൂബിൾ ആവില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലി ബട്ട് ഓൾ ആൽക്കലീസ് ആർ ബേസസ്. എന്താ പറഞ്ഞേ? യെസ്, എല്ലാ ആൽക്കലികളും ബേസ് ആണ്, പക്ഷെ എല്ലാ ബേസുകളും എന്തല്ല, ആൽക്കലി അല്ല എന്ന് പറയാൻ പറ്റും. കാരണം വാട്ടർ സോല്യൂബിൾ ബേസുകളെ മാത്രമേ നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുകയുള്ളൂ. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ആൽക്കലീസിനെയും ബേസ് ആയിട്ട് വിളിക്കാൻ പറ്റില്ല. സോ ബേസസിന്റെ കോമൺ കാര്യങ്ങൾ എന്താണ്, അവര് സോപ്പി ടു ടച്ച് ആണ്, ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്, കൊറോസീവ് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൈ വെച്ചിട്ട് അതൊന്നും തൊടാൻ പാടില്ല. ഓക്കെ. ഇനി എല്ലാ ബേസിനെയും നമുക്ക് ആൽക്കലി എന്ന് വിളിക്കാൻ പറ്റുമോ, ഇല്ല. വാട്ടർ സോല്യൂബിൾ ബേസ് മാത്രമാണ് ആൽക്കലി. പക്ഷെ എല്ലാ ആൽക്കലികളും ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ആൽക്കലീസ് ആർ ബേസസ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ നോക്കിക്കേ, NaOH, KOH, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ എന്താണ്, ആൽക്കലിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വൺസ് അഗൈൻ എന്താണ്, ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടർ ആയിട്ട് മാറുന്നു. ഇനി HX എന്നുള്ള ഒരു ആസിഡ് നമുക്ക് കോമൺ ആയിട്ട് പറയാണ്, കാരണം ആസിഡിൽ എല്ലാവരും ആരാളുള്ള H+ ഉണ്ടല്ലോ. ഇനി ബേസിൽ നമുക്ക് MOH എന്ന് പറയാം, കാരണം എല്ലാ ബേസിലും കോമൺ ആയിട്ട് OH ഉണ്ടല്ലോ. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്ക് സോൾട്ടിനെ എഴുതാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഈ H-ഉം OH-ഉം കൂടെ H2O ആയിട്ട് മാറ്റി എഴുതാം. H-നെയും OH-നെയും കൂടെ H2O ആയിട്ട് മാറ്റി എഴുതാം. ബാക്കി ഇവിടെ ആരാളുള്ള, ഒരു X-ഉം ഉണ്ട്, ഇപ്പുറത്തൊരു M ഉണ്ട്. അവരെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു MX എന്നാക്കി എഴുതിയാൽ മതി. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ എന്താ, H2SO4 ആസിഡ് ആണ്, NaOH ബേസ് ആണ്. ഇവിടെയുള്ള ഈ H-ഉം OH-നെയും കൂടെ H2O ആയിട്ട് നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരാളെ, ഇവിടെ Na ഉണ്ട്, ഇവിടെ SO4 ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, Na2SO4 എന്ന് എഴുതാം. ഈ റിയാക്ഷൻ എന്തല്ല, ബാലൻസ്ഡ് അല്ല. നമുക്കിവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ അതൊക്കെ ക്ലിയർ ആയിക്കോളും. ഓക്കെ. സോ H-ഉം OH-ഉം കൂടെ കൂട്ടിച്ചേർത്ത് H2O ആയിട്ട് എഴുതുക. ബാക്കിയുള്ള ആളുകൾ ആരാണോ അവരെ കൂട്ടിച്ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സോൾട്ടിന്റെ ഫോർമുല ഈസി ആയിട്ട് എഴുതാൻ പറ്റും.
ഓക്കെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് മിസ് സ്റ്റോപ്പ് ചെയ്യാണ്. എങ്ങനെയാണ് ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യാം? ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് കോൺസെൻട്രേറ്റഡ് ആസിഡ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാം? വെരി ഗുഡ്. നമുക്ക് കോൺസെൻട്രേറ്റഡ് ആസിഡിലോട്ട് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെ? വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഡൈല്യൂട്ട് ആവും അല്ലെ? നമുക്ക് ഒരുപാട് നമ്മൾ പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു സ്ക്വാഷ് എന്തെങ്കിലും കലക്കി പഞ്ചസാര വെള്ളം ഉണ്ടാക്കി, പഞ്ചസാര കൂടിപ്പോയാൽ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും. അപ്പൊ അത് മധുരം ഓക്കെ ആയിരിക്കും അല്ലെ? ഇവിടെ അങ്ങനെ തന്നെയാണ്. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റും അല്ലെ? ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഓൾറൈറ്റ്, എങ്ങനെയാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം അല്ലെ? നമുക്ക് വേണമെങ്കിൽ ആസിഡിലോട്ട് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് ആസിഡ് ഒഴിക്കാം. എന്താണ് നല്ലത്? ആസിഡിലോട്ട് വെള്ളം ഒഴിക്കുന്നതാണോ നല്ലത്, വെള്ളത്തിലോട്ട് ആസിഡ് ഒഴിക്കാനാണ് ചെയ്യുന്നത്? അതിനൊരു ഒരു കെമിസ്ട്രിയിൽ നമുക്കൊരു പ്രൊസീജിയർ തന്നെ ഉണ്ട് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആസിഡിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹൈലി എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ റിലീസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ ആസിഡ് എടുത്തു, അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബീക്കർ വളരെയധികം ചൂടാവും. കാരണം അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആയിട്ടുള്ള എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. സോ ഹൈലി എമൗണ്ടിൽ ഹീറ്റ് റിലീസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ ബീക്കർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനോ അത് സ്പ്ലാഷ് ചെയ്യാനോ ഒക്കെ പറ്റും അല്ലെ? അങ്ങനെയൊക്കെ സംഭവിക്കും. സോ അതെന്ത് ചെയ്യും? അത് ആക്സിഡൻസിന് വഴിവെക്കും. പൊട്ടിത്തെറിച്ച് നമ്മുടെ മേലൊക്കെ ആസിഡ് ആവും, നമ്മുടെ കൈയും കാലൊക്കെ പൊള്ളിപ്പോവും, നമ്മുടെ മുഖത്ത് തെറിക്കും. സോ അതൊന്നും ഒട്ടും നല്ല കാര്യങ്ങളല്ല. സോ അത്തരത്തിലുള്ള ആക്സിഡൻസ് തടയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളത്തിലോട്ട് വേണം ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്? വെള്ളത്തിലോട്ട് ഡ്രോപ്പ് വൈസ് ആയിട്ട് വേണം നമ്മൾ ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ആസിഡ് മസ്റ്റ് ഓൾവേസ് ബി ആഡഡ് സ്ലോലി ടു വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. ഇളക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവുന്ന ആ ഹീറ്റിനെ നമ്മൾ അവിടെ അപ്പൊ തന്നെ അത് മിക്സ് ആക്കിക്കൊണ്ട് ഇളക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആസിഡ് വെള്ളത്തിലോട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. If water is added to a concentrated acid, the heat generated may cause the mixture to splash out and cause burns. നമ്മൾ തിരിച്ച് ആസിഡിലോട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് സ്പ്ലാഷ് ഔട്ട് ചെയ്യാനും ആക്സിഡൻസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആസിഡ് വെള്ളത്തിലോട്ടാണ് ഒഴിക്കുക. ഓക്കെ, രണ്ടും സെയിം അല്ല. കാരണം മറ്റിടത്ത് എന്തുണ്ടാവും? ആക്സിഡൻസ് ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മിസ് എന്ന് പറഞ്ഞത്. മിസ്സിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ പറഞ്ഞു. ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷനായിട്ട് ഒരു മെറ്റാലിക് ഓക്സൈഡ്സും നോൺ മെറ്റാലിക് ഓക്സൈഡും എങ്ങനെയാണ് ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും, ആസിഡിനെ എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ് തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ക്ലിയർ ആണോ? ഏറ്റവും വലിയ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ടണൽ ഏതാണ് എന്നാണ് മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ മണാലിയിലൊക്കെ പോയവർക്ക് കാണാൻ പറ്റുന്ന അട്ടൽ ടവർ ആണ്. ഓക്കെ, അട്ടൽ ടവർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, വേൾഡിലെ തന്നെ ഏറ്റവും മോട്ടോറബിൾ ആയിട്ടുള്ള ടണൽ എന്ന് പറയുന്നത് അട്ടൽ ടവർ ആണ്. ഓക്കെ, സോ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓൾ റൈറ്റ്, സോ എല്ലാവർക്കും വൺസ് അഗൈൻ ഒരു ഹാപ്പി ഡേ ആയിരിക്കട്ടെ. സോ താങ്ക് യു സോ മച്ച്.